It is difficult to dash his rude behavior. It is difficult to dash his rude behavior. ബുദ്ധിമുട്ടാണ് അവൻ്റെ പരുക്കൻ പെരുമാറ്റം. അവൻ്റെ പരുക്കൻ പെരുമാറ്റം വച്ചു പൊറുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അവൻ്റെ പരുക്കൻ പെരുമാറ്റം കണ്ട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വെച്ചു പൊറുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനുള്ള ഫ്രേസൽ വെർബ് കാണണം. ഫ്രേസൽ വെർബ് പുട്ടപ്പ് വിത്ത് എന്നാണ്. സഹിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക. പുട്ടപ്പ് വിത്ത് സഹിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക. അതിന് നമുക്ക് ഒറ്റ വാക്കായിട്ട് വേണമെങ്കിൽ ടോളറേറ്റ് എന്ന് പറയാം. ടോളറേറ്റ് സഹിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കുക. If you had given me the money, I dash a car. If you had given me the money, I dash a car. നിങ്ങൾ എനിക്ക് പണം തന്നിരുന്നെങ്കിൽ ഞാനൊരു കാർ വാങ്ങിച്ചിരുന്നേനെ. നിങ്ങൾ എനിക്ക് പണം തന്നിരുന്നെങ്കിൽ ഞാൻ ഒരു കാർ വാങ്ങിച്ചിരുന്നേനെ. ഇത് സാങ്കല്പികമായൊരു കാര്യമാണ്. നിങ്ങൾ എനിക്ക് പൈസ തന്നിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കുക, ഞാൻ കാർ വാങ്ങിച്ചിരുന്നേനെ. ഇതിന് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്ത് ഹാഡ് എന്നുണ്ട്. തന്നിരിക്കുന്ന ഭാഗത്ത് ഹാഡ് ഉണ്ട്. അപ്പോൾ മറുഭാഗത്ത്, വാചകത്തിൻ്റെ മറുഭാഗത്ത് വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ്, വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് എന്നിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം. വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് എന്നിട്ട് വെർബിൻ്റെ മൂന്നാമത്തെ രൂപം V3. ഇവിടെ വുഡ് ഹാവ് ഈ ബൈ എന്നുള്ളതിൻ്റെ വാങ്ങിക്കുക BUY ബൈ എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ബോട്ട്. അപ്പോൾ ഉത്തരം വുഡ് ഹാവ് ബോട്ട്. കോൺട്രറി സിനോണിം. കോൺട്രറി എന്ന വാക്കിന് പര്യായം, കോൺട്രറി എന്ന് അർത്ഥം വരുന്ന ഏകദേശ വാക്കാണ് ചോദിക്കുന്നത്. നമുക്ക് ഉത്തരമായിട്ട് ഓപ്പോസിറ്റ് എന്ന് പറയാം. കോൺട്രറി എന്ന് പറയുമ്പോൾ മറിച്ച് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഓൺ ദ കോൺട്രറി, മറിച്ച്. അതായത് ഇങ്ങനെയല്ല സംഭവിച്ചത്, മറിച്ച് അങ്ങനെയാണ് സംഭവിച്ചത് നമ്മൾ പറയാറുണ്ട് മലയാളത്തിൽ. അതിനുപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ഓൺ ദ കോൺട്രറി. അപ്പോൾ കോൺട്രറി എന്നുള്ളതിൻ്റെ സിനോണിമായിട്ട് നമുക്ക് പര്യായമായിട്ട് ഓപ്പോസിറ്റ് എന്ന് പറയാം. Few people knew the solution. Few people knew the solution. വളരെ കുറച്ച് ആളുകൾക്കേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ഫ്യൂ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ് ആണ് അർത്ഥം. ഫ്യൂ ആണ് കുറച്ച്, ഫ്യൂ പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിന് പരിഹാരം കണ്ടെത്താൻ ആർക്കും കഴിയില്ല എന്ന് തന്നെ പറയാം. നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ടാഗ് എഴുതണം. ക്വസ്റ്റ്യൻ ടാഗ് എഴുതുമ്പോൾ ആദ്യം ഓക്സിലിയറി വെർബ്. ഇതിൽ ഓക്സിലിയറി വെർബ് ഇല്ല. ഓക്സിലിയറി വെർബ് ഇല്ലെങ്കിൽ വെർബ് നോക്കുക. ഇത് രണ്ടാം V2 ആണിത്. നോ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ. അപ്പോൾ നമ്മൾ ഓക്സിലിയറി വെർബായിട്ട് ഡിഡ് എഴുതുക. നോ എന്ന അർത്ഥം വരുന്ന വാക്ക് ഉണ്ടെങ്കിൽ ചേർക്കരുത്. നോ എന്ന അർത്ഥം വരുന്ന വാക്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നോട്ട് ചേർക്കരുത്. വാക്കില്ലെങ്കിൽ നോട്ട് ചേർക്കണം. ഇവിടെ ഉണ്ട്, ചേർക്കണ്ട. അപ്പോൾ ഡിഡ്. ഇനി സബ്ജക്റ്റ് എഴുതുക. ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ബഹുവചനാണ്, പ്ലൂറലാണ്. ദേ. ഉത്തരം ഡിഡ് ദേ